നമസ്കാരം. ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വീക്ഷണത്തിന്റെ മുഖപ്രസംഗത്തെ തള്ളി വി.ഡി. സതീശൻ. ജോസ് കെ മാണിയെ സ്വാഗതം ചെയ്യാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. പണയ സ്വർണം കടത്തി CPM നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘത്തിൽ സെക്രട്ടറി നടത്തിയത് കോടികളുടെ തട്ടിപ്പ്. പ്രതികൾ 25 കോടി കൈപ്പറ്റി പണം നിയമപരമല്ല എന്നറിഞ്ഞ് തിരിമറി നടത്തി. കരുവന്നൂരിൽ ED. മഞ്ഞപ്പിത്തം തിളപ്പച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാവൂ. പ്രതിരോധം ശക്തമാക്കി ആരോഗ്യമന്ത്രി. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ജാഗ്രത വേണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. കേരള കോൺഗ്രസ് എമ്മിനെ UDF-ലേക്ക് ക്ഷണിച്ച പാർട്ടി മുഖപത്രം വീക്ഷണത്തിന്റെ മുഖപ്രസംഗം തള്ളി പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ. കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തെ മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്യാൻ UDF ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് തിരുവനന്തപുരത്തെ വാർത്താ സമ്മേളനത്തിൽ സതീശൻ വ്യക്തമാക്കി. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കോട്ടയത്തെ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ പ്രവർത്തകരും നേതാക്കളും കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇത്തരമൊരു വിഷയം UDF-ന് മുന്നിലില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പന്തീരാങ്കാവിൽ നവവധുവിനെ ക്രൂരമായി മർദ്ദിച്ച കേസിലെ പോലീസിന്റെ നടപടികളെയും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. പെൺകുട്ടിക്ക് നേരെ വധശ്രമം ഉണ്ടായിട്ടും പരാതി നൽകിയ പിതാവിനെ CI പരിഹസിച്ചു. അന്നു തന്നെ സിറ്റി പോലീസ് കമ്മീഷണറെ വിളിച്ച് നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും പിറ്റേന്ന് മാധ്യമങ്ങളിൽ വാർത്ത വന്ന ശേഷമാണ് കേസെടുത്തത്. ഇത്രയും ക്രൂരമായ ആക്രമണം നടന്നിട്ടും പ്രതിയെ അറസ്റ്റ് ചെയ്തില്ല. പ്രതി രക്ഷപ്പെട്ടാൽ അതിന്റെ ഉത്തരവാദിത്തം പോലീസിനായിരിക്കും. പെൺകുട്ടിക്കെതിരെ ഇത്രയും ക്രൂരമായ ആക്രമണം ഉണ്ടായിട്ടും നടപടിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊരു പോലീസ് എന്നും അദ്ദേഹം ചോദിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത്. വ്യാപകമായ ഗുണ്ട ആക്രമണങ്ങളാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ഹിന്ദു മുസ്ലിം വിഭാഗതയ്ക്ക് ശ്രമം നടത്തിയെന്ന തനിക്കെതിരെ ആരോപണത്തെ പ്രതിരോധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഹിന്ദു മുസ്ലിം കാർഡ് കളിക്കുന്ന ദിവസം മുതൽ താൻ പൊതുപ്രവർത്തനത്തിൽ നിന്ന് അയോഗ്യനായി മാറുമെന്ന് മോദി വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുസ്ലിം വിഭാഗത്തെ ലക്ഷ്യം വെച്ച് നടത്തിയ പ്രസംഗങ്ങൾ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു. വിവാദ പ്രസംഗത്തിലെവിടെയും ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞിട്ടില്ല. കൂടുതൽ കുട്ടികളുള്ളവർ എന്ന് പറഞ്ഞാൽ അത് മുസ്ലിങ്ങൾ മാത്രമല്ല, കൂടുതൽ കുട്ടികളുള്ള രക്ഷിതാക്കൾക്ക് അവരെ നോക്കാൻ കൂടി കഴിയണമെന്നും സർക്കാർ നോക്കേണ്ട സാഹചര്യം ഉണ്ടാക്കരുതെന്നാണ് താൻ പറഞ്ഞതെന്നും മോദി വിശദീകരിച്ചു. വിവാദ പ്രസംഗത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് BJP അധ്യക്ഷൻ JP നദ്ദ വിശദീകരണം നൽകിയതിന് പിന്നാലെയാണ് തന്റെ ഭാഗം മോദി ന്യായീകരിക്കുന്നത്. മോദി ചട്ടലംഘനം നടത്തിയെന്ന പരാതിയിൽ അത് നിഷേധിക്കുന്ന നദ്ദ വസ്തുതകളുടെ അടിസ്ഥാനത്തിലെ പ്രധാനമന്ത്രി സംസാരിക്കാറുള്ളൂവെന്ന് ന്യായീകരിച്ചു. വർഗീയമായി ചിന്തിക്കുന്നത് കോൺഗ്രസ് ആണ്. ഹിന്ദുമതത്തെ കോൺഗ്രസ് ഇടിച്ചു താഴ്ത്തുകയാണെന്നും അയോധ്യയിലെ പ്രതിഷ്ഠാ ദിനത്തിൽ നിന്ന് വിട്ടുനിന്ന് പാപം ചെയ്തെന്നും നദ്ദ കുറ്റപ്പെടുത്തി. അതേസമയം രാഹുൽ ഗാന്ധിക്കെതിരെ BJP നൽകിയത് കെട്ടിച്ചമച്ച പരാതിയാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ മറുപടിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ വാദിച്ചു. കോൺഗ്രസിന്റെ പ്രചാരണം തടസ്സപ്പെടുത്താനുള്ള തന്ത്രമാണെന്നും പ്രധാനമന്ത്രിയുടെ വിവാദ പ്രസംഗത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമായിരുന്നുവെന്നും രാഹുലിന്റെ കോട്ടയം പ്രസംഗത്തിന് നൽകിയ വിശദീകരണത്തിൽ ഖർഗെ വിശദീകരിച്ചു. CPM നിയന്ത്രണത്തിലുള്ള കാസർഗോഡ് കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ സഹകരണ സംഘത്തിൽ 2 വർഷത്തോളമായി നടത്തിയ തട്ടിപ്പിനാണ് കഴിഞ്ഞ ദിവസം പിടി വീണത്. സഹകരണ വകുപ്പിന്റെ പരിശോധനയിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് 2022 മുതൽ പല ഘട്ടങ്ങളിലായി പണം തിരിമറി നടത്തി തുടങ്ങിയിരുന്നു. ഏപ്രിൽ 30-ന് സഹകരണ ഇൻസ്പെക്ടറുടെ പരിശോധനയിലാണ് പണയ സ്വർണത്തിലുടക്കി തട്ടിപ്പ് പുറത്തറിയുന്നത്. ഈ സമയം സെക്രട്ടറി കർമ്മന്തോടിയിലെ K. രതീഷിനും കുടുംബവും വിനോദയാത്രയിലായിരുന്നു. പണയ സ്വർണം കാണാതായതിനാൽ സഹകരണ സംഘ സെക്രട്ടറിയോട് അവധിയിൽ പോകാൻ സഹകരണ വകുപ്പ് ആവശ്യപ്പെട്ടു. തുടർന്നാണ് വിശദമായ പരിശോധന നടത്തിയത്. പരിശോധനയിൽ 42 പേരുടെ വ്യാജ സ്വർണ്ണ പണയമുണ്ടാക്കിയാണ് പണം തട്ടിയെടുത്തതെന്ന് വ്യക്തമായി. മാർച്ചിലെ നിക്ഷേപ സമാഹരണത്തിൽ ലക്ഷ്യമിട്ടതിലും കൂടുതൽ തുക നിക്ഷേപമായി സ്വീകരിച്ച് എപ്പെക്സ് ബാങ്കായ കേരള ബാങ്കിലെ ക്യാഷ് ക്രെഡിറ്റ് വായ്പയുടെ തിരിച്ചടവ് തീർത്തു. പിന്നീടാണ് 3 കോടിയുടെ പുതിയ CC വായ്പ അനുവദിക്കുന്നതും അതിൽ നിന്ന് 1.94 കോടി തട്ടിയെടുത്തതും. ഭരണസമിതി പ്രസിഡന്റുമാർ പൊതുപ്രവർത്തകരായിരുന്നതിനാൽ അത്യാവശ്യ കാര്യങ്ങൾക്കായി ചെക്കുകളിൽ ഒപ്പിടാറുണ്ട്. ഇങ്ങനെ വിശ്വസിച്ച് ഒപ്പിട്ട് കൊടുത്ത ചെക്ക് ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടത്തിയതെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. സംഘം സെക്രട്ടറിയെ ഒരു ഘട്ടത്തിലും ആരും സംശയിച്ചിരുന്നില്ല. സംഘം സ്ഥാപിച്ച കാലം മുതലുള്ള മികച്ച പ്രവർത്തനങ്ങളെ തുടർന്ന് കിന്നിങ്കാറിലെ ഒരു ശാഖയും അടുത്തിടെ തുറന്നിരുന്നു. സംഘത്തിൽ നിന്ന് സെക്രട്ടറി K. രതീശൻ പണയസ്വർണം കടത്തിയത് മാറ്റി നിർത്തിയ സമയത്തെന്ന് സൂചന. സഹകരണ വകുപ്പ് അന്വേഷണത്തിൽ കണ്ടെത്തിയ 1 കോടിക്ക് മുകളിലുള്ള ബാധ്യത തീർക്കാൻ ഭരണസമിതി ആവശ്യപ്പെട്ടിരുന്നതായും വിവരമുണ്ട്. വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് 6 വർഷത്തേക്ക് വിലക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി തള്ളി. ജസ്റ്റിസ് വിക്രംനാഥ്, ജസ്റ്റിസ് CS ശർമ്മ എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് ഹർജി തള്ളിയത്.
വിഷയം ബന്ധപ്പെട്ട അധികൃതർക്ക് മുന്നിൽ ഉന്നയിക്കാൻ ബെഞ്ച് നിർദ്ദേശിച്ചു. വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെതിരെ ഫാത്തിമ എന്ന സ്ത്രീക്ക് വേണ്ടി അഭിഭാഷകനായ ആനന്ദ് എസ് ജോൺദാലെയാണ് മോദിയെ വിലക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ ഹർജി നൽകിയത്. വിദ്വേഷ പ്രസംഗം നടത്തിയതിന് ജനപ്രതിനിധി നിയമപ്രകാരം 6 വർഷത്തേക്ക് തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് വിലക്കണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. ആദ്യം തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാതെ നേരിട്ട് സുപ്രീംകോടതിയെ സമീപിച്ചതാണ് ഹർജി തള്ളാൻ കാരണമായതെന്ന് കോടതി പറഞ്ഞത്. ബന്ധപ്പെട്ട അധികൃതരെ സമീപിക്കാൻ ഹർജിക്കാരോട് നിർദ്ദേശിച്ച കോടതി ഹർജി പിൻവലിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അനുവാദം നൽകാമെന്നും പറഞ്ഞു. തുടർന്ന് ഹർജിക്കാരൻ ഹർജി പിൻവലിക്കുകയായിരുന്നു. വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂറിനുമെതിരെയാണ് നടപടിയെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മറ്റൊരു ഹർജിയും സുപ്രീംകോടതി തള്ളി. ഇതേ ബെഞ്ച് തന്നെയാണ് ഈ ഹർജിയും തള്ളിയത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതികൾക്ക് നേരിട്ടും അല്ലാതെയും കോടികളുടെ കള്ളപ്പണം വെടിപ്പിക്കലിൽ പങ്കുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കേസിലെ പ്രതിയായ PR അരവിന്ദാക്ഷൻ, P സതീഷ് കുമാർ, CK ജിൽസ് എന്നിവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിലാണ് ഹൈക്കോടതിയിൽ ED ഇക്കാര്യം പറഞ്ഞത്. പ്രതിഭാഗത്തിന് മറുപടി സമർപ്പിക്കാൻ സമയം അനുവദിച്ച ജസ്റ്റിസ് CS ഡയസ് കേസ് വീണ്ടും ഈ മാസം 29-ന് പരിഗണിക്കാൻ മാറ്റി. കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതികളുടെ നടപടികൾ കള്ളപ്പണം വെളുപ്പിക്കൽ തടയുന്ന നിയമമനുസരിച്ച് കുറ്റകരമാണെന്ന് EDക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ലക്ഷ്മൺ സുന്ദരേശൻ വാദിച്ചു. ഇടനിലക്കാരനായ സതീഷ് കുമാർ മുഖ്യപ്രതി PP കിരൺ വഴി അനധികൃത വായ്പയായും മറ്റും 25 കോടി രൂപയെങ്കിലും കൈപ്പറ്റിയിട്ടുണ്ട്. ഇതിൽ 14 കോടിയോളം രൂപ മറ്റു പ്രതികൾക്ക് കൈമാറിയിട്ടുണ്ടെന്നും ഈ പണം നിയമപരമല്ലെന്ന് അറിഞ്ഞു തന്നെയാണ് മറ്റു പ്രതികൾ തിരിമറി നടത്തിയെന്നും ED വ്യക്തമാക്കി. ഈ തുക കള്ളപ്പണമല്ലെന്ന് സ്ഥാപിക്കാൻ ശ്രമമുണ്ടായെന്നും ഇത് രാജ്യത്തിനെതിരായ കുറ്റകൃത്യമായി കണക്കാക്കണമെന്നും ED വാദിച്ചു. കൂട്ടുപ്രതികളുടെ മൊഴി കണക്കിലെടുത്തുള്ള EDയുടെ അവകാശവാദങ്ങൾ അംഗീകരിക്കാനാകില്ല എന്നാണ് പ്രതികൾ വാദിച്ചത്. കൂട്ടുപ്രതികളുടെ മൊഴികൾ എങ്ങനെ തെളിയിക്കുമെന്ന് ഇതിനിടെ കോടതി ആരാഞ്ഞു. ആദായ നികുതി റിട്ടേൺ, പ്രതികളുമായി ബന്ധമുള്ള ദേവി ഫിനാൻസിന്റെ ബാലൻസ് ഷീറ്റ്, ബാങ്ക് അക്കൗണ്ട് രേഖകൾ, വിചാരണ കോടതിയുടെ കണ്ടെത്തലുകൾ എല്ലാം ഇക്കാര്യങ്ങൾ തെളിയിക്കുന്നതാണെന്നായിരുന്നു EDയുടെ മറുപടി. വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലറായ PR അരവിന്ദാക്ഷൻ കേസിൽ 3-ാം പ്രതിയും സതീഷ് കുമാറും PP കിരണും 1-2 പ്രതികളുമാണ്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ സഹായി വൈഭവ് കുമാർ തന്നോട് അപമര്യാദയായി പെരുമാറിയെന്ന തരത്തിൽ രാജ്യസഭാംഗം സ്വാതി മാലിവാൾ ഉന്നയിച്ച ആരോപണം ശരിവെച്ച് ആം ആദ്മി പാർട്ടി. മുതിർന്ന നേതാവ് സഞ്ജയ് സിംഗാണ് ആരോപണം ശരിവെച്ചതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കെജ്രിവാൾ വിഷയം ഗൗരവമായാണ് കാണുന്നതെന്നും വൈഭവ് കുമാറിനെതിരെ നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡൽഹി വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷ കൂടിയായ സ്വാതി മാലിവാളിനെ തിങ്കളാഴ്ച രാവിലെ കെജ്രിവാളിന്റെ വസതിയിൽ വെച്ച് വൈഭവ് കുമാർ കയ്യേറ്റം ചെയ്തുവെന്നാണ് പരാതി ഉയർന്നത്. പരാതിപ്പെട്ടതോടെയാണ് സംഭവം പുറത്തുവന്നത്. കെജ്രിവാളിന്റെ സഹായി തന്നോട് അപമര്യാദയായി പെരുമാറിയെന്നായിരുന്നു സ്വാതിയുടെ പരാതി. മോശം പെരുമാറ്റമുണ്ടായതിനു പിന്നാലെ അവർ പോലീസ് കൺട്രോൾ റൂമിലേക്ക് പരാതിപ്പെടുകയും ചെയ്തിരുന്നു. ന്യൂഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് AAPയുടെ മുതിർന്ന നേതാവ് സഞ്ജയ് സിംഗ് സംഭവം സ്ഥിരീകരിച്ചത്. അപലപനീയമായ സംഭവം നടന്നത് കഴിഞ്ഞ ദിവസമാണ്. മുഖ്യമന്ത്രി കെജ്രിവാളിനെ സന്ദർശിക്കാൻ സ്വാതി മാലിവാൾ അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തിയിരുന്നു. സന്ദർശക മുറിയിൽ കാത്തിരിക്കുന്നതിനിടെ വൈഭവ് കുമാർ അവരോട് അപമര്യാദയായി പെരുമാറി. മുഖ്യമന്ത്രി വിഷയം അതീവ ഗൗരവമായാണ് കാണുന്നത്. കർശന നടപടി സ്വീകരിക്കുക തന്നെ ചെയ്യുമെന്ന് സഞ്ജയ് സിംഗ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മഞ്ഞപ്പിത്തം പ്രധാനമായും മലിനമായ വെള്ളത്തിലൂടെ പകരുന്ന രോഗമായതിനാൽ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കുവാൻ പാടുള്ളൂവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. വിനോദയാത്രയ്ക്ക് പോയി വരുന്നവരിൽ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും മഞ്ഞപ്പിത്തം പോലെയുള്ള ജലജന്യ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം വളരെയേറെ ശ്രദ്ധിക്കണം. ഏതെങ്കിലും രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ചികിത്സ തേടണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. മലിനമായ ജലസ്രോതസ്സുകളിലൂടെയും മലിനമായ വെള്ളം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഭക്ഷണം, ഐസ്, ശീതളപാനീയങ്ങൾ എന്നിവയിലൂടെയും മലിനജലം ഉപയോഗിച്ച് പാത്രം കഴുകുക, കൈ കഴുകുക തുടങ്ങിയവയിലൂടെയും സെപ്റ്റിക് ടാങ്കുകളിലെ ചോർച്ച മുഖേന കിണറുകളിലെ വെള്ളം മലിനമാകുന്നതിലൂടെയും ഹെപ്പാറ്റൈറ്റിസ് A ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മറ്റ് അനുബന്ധ രോഗങ്ങൾക്ക് ഹെപ്പാറ്റൈറ്റിസ് A ബാധിച്ചാൽ ഗുരുതരമാകാൻ സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കണം. മലപ്പുറം, എറണാകുളം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിൽ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. ആരോഗ്യവകുപ്പ് ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും യോഗം ചേർന്ന് പ്രവർത്തനങ്ങൾ ഏകോപിച്ചു വരുന്നു. മലപ്പുറം, ചാലിയാർ, പോത്തുകൽ ഭാഗങ്ങളിൽ ഹെപ്പാറ്റൈറ്റിസ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ പ്രദേശങ്ങളിൽ സ്വീകരിച്ചിരുന്ന പ്രതിരോധ അവബോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചു.
പോത്തുകല്ലിൽ മഞ്ഞപ്പിത്തം നിയന്ത്രണ വിധേയമായിരുന്നു. എന്നാൽ പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ ജില്ലാ ഭരണകൂടവും ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ ചാലിയാറിലും പോത്തുകല്ലിലും യോഗങ്ങൾ ചേർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. രോഗബാധിത പ്രദേശങ്ങളിലെ എല്ലാ കുടിവെള്ള സ്രോതസ്സുകളിലും ക്ലോറിനേഷൻ നടത്താൻ നിർദ്ദേശം നൽകി. എല്ലാ ഹോട്ടലുകളോടും റെസ്റ്റോറന്റുകളോടും തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ജ്യൂസിന് ഉപയോഗിക്കുന്ന ഐസ് ശുദ്ധജലം കൊണ്ട് മാത്രമേ നിർമ്മിക്കാവൂ. ഭക്ഷണ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ ഹെൽത്ത് കാർഡ് പരിശോധന കർശനമാക്കി. മഞ്ഞപ്പിത്തത്തിന് സ്വയം ചികിത്സ പാടില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുന്നതിന് മുൻപ് എല്ലായിടത്തെയും കുടിവെള്ള സ്രോതസ്സുകൾ ശുദ്ധമാണെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്താനും നിർദ്ദേശം നൽകിയെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യം നൽകിയതുമായി ബന്ധപ്പെട്ട് പതഞ്ജലി ആയുർവേദക്കെതിരായ കേസ് വിധി പറയാൻ മാറ്റി സുപ്രീം കോടതി. ജസ്റ്റിസുമാരായ ഹിമ കോഹ്ലി, അസ്ഹനുദ്ദീൻ അമാനുള്ള എന്നിവരടക്കമുള്ള ബെഞ്ചാണ് വിധി പറയുന്നത് മാറ്റിവെച്ചത്. ബാബ രാംദേവും പതഞ്ജലിയുടെ MD ആചാര്യ ഗോപാലകൃഷ്ണയും കോടതിയിൽ നേരിട്ട് ഹാജരാകേണ്ടതില്ലെന്നും കോടതി വ്യക്തമാക്കി. നിരോധിത ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങൾ നിർത്തിവെക്കാൻ കമ്പനി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പതഞ്ജലിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. ഈ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന സ്ഥാപനം നിർത്തിവെച്ചതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. യോഗാചാര്യൻ കൂടിയായ ബാബ രാംദേവ് തന്റെ സ്വാധീനം ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തണമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. കാര്യങ്ങൾ തിരിച്ചറിയുന്നതിൽ പൊതുജനം ബോധവാന്മാരാണ്. യോഗിക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ നല്ലതാണ്. അതേസമയം പതഞ്ജലി ആയുർവേദയുമായി ബന്ധപ്പെട്ടത് മറ്റൊരു വിഷയമാണെന്നും കോടതി വ്യക്തമാക്കി. രോഗശമനശേഷി അവകാശപ്പെട്ടോ മറ്റു ചികിത്സാ രീതികളെ കുറ്റപ്പെടുത്തിയോ പരസ്യം നൽകില്ല എന്ന് നവംബർ 21 പതഞ്ജലി സുപ്രീം കോടതിക്ക് ഉറപ്പ് നൽകിയിരുന്നു. ഇത് പാലിച്ചില്ല എന്നു കാട്ടി AM സമർപ്പിച്ച കോടതിയലക്ഷ്യ ഹർജിക്ക് പിന്നാലെ പതഞ്ജലി മേധാവികൾക്കെതിരെ കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. നേരത്തെ പരസ്യങ്ങൾ നൽകിയതിന് മാപ്പപേക്ഷിച്ചുകൊണ്ട് പതഞ്ജലി നൽകിയ സത്യവാങ്മൂലം സുപ്രീം കോടതി സ്വീകരിച്ചിരുന്നില്ല. തീർത്തും ധിക്കാരപരമാണ് നടപടിയെന്ന് ചൂണ്ടിക്കാട്ടിയ സുപ്രീം കോടതി അന്ന് ഇരുവരോടും നേരിട്ട് ഹാജരാകാനും ആവശ്യപ്പെട്ടിരുന്നു. സിംഗപ്പൂർ യാത്ര വെട്ടിച്ചുരുക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് രാവിലെ ദുബായിലെത്തി. ദുബായിൽ നിന്ന് ഓൺലൈൻ വഴിയാണ് ഇന്ന് രാവിലെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്തത്. വരുന്ന തിങ്കളാഴ്ച സന്ദർശനം പൂർത്തിയാക്കി മുഖ്യമന്ത്രി കേരളത്തിലേക്ക് മടങ്ങും. നേരത്തെ 22-ന് മടങ്ങാനായിരുന്നു തീരുമാനം. 20-ന് കേരളത്തിലെത്തുമെന്നും മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി അറിയിച്ചു. നിയമസഭാ സമ്മേളനം ചേരുന്ന തീയതി സംബന്ധിച്ച് ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തില്ല. മുഖ്യമന്ത്രി കേരളത്തിലെത്തിയതിനു ശേഷം മാത്രമായിരിക്കും അടുത്തയാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കുമെന്നാണ് സൂചന. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയ്ക്കെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. മുഖ്യമന്ത്രി മന്ത്രിമാരും വിദേശയാത്ര നടത്തിയതിന് പ്രതിപക്ഷം എതിരല്ല. എന്നാൽ അതീവ രഹസ്യമായി യാത്ര നടത്തിയത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ലെന്നും പറഞ്ഞവരാണ് ലോകം ചുറ്റാൻ ഇറങ്ങിയിരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു. മറ്റു സംസ്ഥാനങ്ങളിലെ പ്രചാരണത്തിന് പോകാതെയാണ് CPMന്റെ ഏക മുഖ്യമന്ത്രി വിദേശത്ത് പോയത്. BJPയെ പേടിച്ചാണോ പ്രചാരണത്തിന് ഇറങ്ങാത്തതെന്നും സതീശൻ പരിഹസിച്ചു. പൊള്ളുന്ന വേനലിൽ ആശ്വാസമായി എത്തിയ മഴ കേരളത്തിൽ ശക്തമാവുന്നു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ അതിശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. കോമറിൻ തീരത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. തെക്കുകിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തോട് ചേർന്ന് മറ്റൊരു ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. ഈ സ്വാധീനം മൂലമാണ് മഴ ശക്തമാകുന്നത്. ശനിയാഴ്ചയോടെ തെക്കൻ ആൻഡമാൻ കടലിലേക്ക് കാലവർഷം എത്തിച്ചേർന്നേക്കും. കേരള, ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ തുടങ്ങിയവ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികളിൽ കുളിക്കാനോ മുറിച്ചു കടക്കാനോ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല എന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. അത്യാവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കി സുരക്ഷിത മേഖലകളിൽ തുടരുക. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ടെന്നും അധികൃതർ അറിയിച്ചു. ഇതോടെ ഗുഡ്നസ് ന്യൂസ് ഈവനിംഗ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.